നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. തെർമോഡൈനാമിക്സിൻ്റെ ലെവൽ 1 ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ലെവൽ 2 ആണ്. ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുക എൻതാൽപ്പി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ്, ജാം, JEE, CSIR, നെറ്റ് പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസുകൾ. ദെൻ ഹീറ്റ് കപ്പാസിറ്റി, നിങ്ങൾക്കറിയാം CP ഉണ്ട്, CV ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. കാർനോട്ട് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, ജൂൾ തോംസൺ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. എല്ലാം പ്രോബ്ലംസ് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓൾറെഡി വീഡിയോസ്, അതിൻ്റെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആ വീഡിയോസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് കൂടാതെ ലെവൽ 1 ഇതിൽ ഞാൻ 20 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരിക. അതിൽ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് ഞാൻ ഡിസ്കസ് ചെയ്യും. അടുത്ത 10 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരാം. പിന്നെ കൂടാതെ ലെവൽ 1 ഞാൻ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസേഴ്സ് മാത്രം ഇവിടെ ഞാൻ പറയാം. ഇത് ഞാൻ വീഡിയോ റെക്കോർഡർ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഈ ലെവലിലെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് എൻതാൽപ്പി. ഇവിടെ നമ്മൾ എൻതാൽപ്പി ഈ ലെവലിലെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എൻതാൽപ്പിയുടെ ഒരു ഇക്വേഷൻ ആണ് H=U+PV, ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ ചേഞ്ച് ഇൻ എൻതാൽപ്പി ആകുമ്പോൾ ΔH=ΔU+ΔPV ആണ്. ഡെൽറ്റ അപ്ലൈ ചെയ്യുക ഇവിടെ. അങ്ങനെ ആകുമ്പോൾ ΔH= നിങ്ങൾക്ക് ഡിഫറൻസിയേഷൻ അറിയാം, ΔU+P∆V+V∆P. ഇതാണ് ഒരു ജനറൽ ഇക്വേഷൻ. അതേസമയം കോൺസ്റ്റന്റ് പ്രഷർ എന്ന് സ്പെസിഫൈ ആണെങ്കിൽ ΔH=ΔU+P∆V എന്ന് കൊടുക്കാൻ പറ്റും. ഇനി H ഈസ് എ ഫംഗ്ഷൻ ഓഫ് U, H ആൻഡ് U ആർ ദ ഫംഗ്ഷൻ ഓഫ് T ആണ്. അങ്ങനെയാകുമ്പോൾ ഒരു എക്സ്പാൻഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ കംപ്രഷൻ്റെ സമയത്ത് അതൊരു ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ, എക്സ്പാൻഷനും കംപ്രഷനും ആവും മാത്രമേ പറ്റുള്ളൂ. ആ സമയത്ത് അതൊരു ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ΔH വാല്യൂം 0 ആയിരിക്കും, ΔUവിൻ്റെ വാല്യൂം 0 ആയിരിക്കും. മനസ്സിലാക്കി വെക്കാം. പിന്നെ ΔH മറ്റൊരു കാര്യമുണ്ട്, ഇതൊക്കെ നമ്മൾ ക്ലാസ് പറയുന്നുണ്ട്. ΔH=QP ആണ്. QP ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ ΔH ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷറിലെ എമൗണ്ട് ഓഫ് ഹീറ്റ് തന്നാൽ നത്തിങ് ബട്ട് ആരെന്യ ΔH ആണ്. QV ഈസ് എന്താന്ന് പറയുക, ΔH അല്ല, ΔU ആണ്. ദാറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ΔU ആണ്. ആ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. ഇതിനൊരു ഇക്വേഷൻ തരാം, N2+3H2 gives 2NH3. ആ കേസിൽ ΔHന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക, ΔH=ΔU+, ഇവിടെ പ്രഷറും വോളിയം ഒന്നും തരില്ല, പക്ഷേ ΔNGRT ഇങ്ങനെ എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ആണ്. ദാറ്റ് ഈസ് ΔNG നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷസ് റിയാക്ടൻ്റ് ആണ്. ഇവിടെ ഗ്യാസ് ആണ്, ഇതും ഗ്യാസ് ആണ്, ഇതും ഗ്യാസ് ആണ്. അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് 2 മോൾ. അപ്പോൾ 2 മൈനസ് ഇവിടെ റിയാക്റ്റൻ്റ് 1+3 4 മോൾ. 2 - 4 ദാറ്റ് ഈസ് -2 ആണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്, ഈ ΔNG കൊടുക്കേണ്ടത്. ഈ കേസിലാണെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ദാറ്റ് ΔNG കാർബൺ മോണോക്സൈഡ് ഗ്യാസ് ആണ് അല്ലേ, ദാറ്റ് ഈസ് 1 മൈനസ് എത്രയാ, ഇവിടെ ഹാഫ്. ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും നമ്പർ ഓഫ് മോൾസ് നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ട, ഗ്യാസ് മാത്രം കൗണ്ട് ചെയ്താൽ മതി. ഇപ്പോൾ 1 - ½ = വിൽ ഗെറ്റ് ഹാഫ് കൊടുക്കുക. ഹാഫ് കൊടുത്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബ്ലം നിങ്ങൾ ചെയ്യുക. അങ്ങനത്തെ പ്രോബ്ലം നമുക്ക് തരുന്നുണ്ട്, അന്നേരം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ. പിന്നെ ഇഫ് ΔNG = 0 ആണെങ്കിൽ എന്താ ഇക്വേഷൻ ഉണ്ടാവുക, ΔH=ΔU ആയിരിക്കും. ഡെഫിനറ്റ്ലി ΔNG 0 ആണെങ്കിൽ. ഫോർ എക്സാമ്പിൾ H2 ഗ്യാസ് പ്ലസ് Cl2 ഗ്യാസ് ഗിവ്സ് 2HCl ഗ്യാസ് ആണെങ്കിൽ ഈ കേസിൽ 2 - 1 - 1 1 + 1 2, ദാറ്റ് ഇസ് 2 - 2 ആണ് കിട്ടുക. ദാറ്റ് ഇസ് = 0 ആയിരിക്കും. ആ സമയത്ത് ΔHഉം ΔUം ഈക്വൽ ആയിരിക്കും. ഇനി ചിലപ്പം ΔNGയുടെ വാല്യൂ നെഗറ്റീവ് കിട്ടും. ആ സമയത്ത് ΔH >ΔU ആയിരിക്കും. ചിലപ്പം ΔNGയുടെ വാല്യൂ പോസിറ്റീവ് തരും. ആ സമയത്ത് ΔH >ΔU ആയിരിക്കും. ഹീറ്റ് കപ്പാസിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. അപ്പോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് m gram of a substance by a value of ΔT is given by Q is equal to C into m into ΔT. ഇത് നിങ്ങൾ ഓർത്ത് നോക്കുക. ഇവിടെ C എന്ന് വെച്ചാൽ ഹീറ്റ് കപ്പാസിറ്റി ആണ്, m മാസ്, എത്ര മാസ് എന്നുള്ള കാര്യം, ΔT എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എത്ര ടെമ്പറേച്ചർ ആണ് ഉയർത്തേണ്ടത്, അതിന് വേണ്ട ഹീറ്റിന്റെ എമൗണ്ട് ആണ് ഇത്.
ഇനി ചിലപ്പോൾ മാസിന് പകരം നമ്പർ ഓഫ് മോൾസ് ആയിരുന്നെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് മോൾസിന് ഇവിടെ എന്നിന് പകരം ഇവിടെ എമ്മിന് പകരം നിങ്ങൾ n കൊടുക്കുക. n ഈസ് നമ്പർ ഓഫ് മോൾസ് ആണ്. ആ കാര്യം ഓർത്ത് വെക്കണം. പിന്നെ ഹീറ്റ് കപ്പാസിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാം. ദാറ്റ് സി പി ഈക്വൽ ടു ഡി എച്ച് ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറാണ്. സി പി ഈക്വൽ ടു ഇത് സ്മോൾ ചേഞ്ചിന്റെ വാല്യൂ. അപ്പോൾ ബിഗ് ചേഞ്ച് ആകുമ്പോൾ ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എച്ച് ഈക്വൽ ടു സി പി ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അപ്പോൾ എൻ മോൾ ഉണ്ടെങ്കിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു സി പി ഇൻറ്റു ഡെൽറ്റ ടി ആണ്. Then CV equal to du by dt at constant volume ആണ്. Then CV equal to delta u by delta t. Delta u is equal to CV delta t. For n മോൾ ആകുമ്പോൾ delta u is equal to n into CV delta t ആയിരിക്കും. പിന്നെ കാർനോട്ട് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ഈറ്റ ഈക്വൽ ടു Q2 minus Q1 by Q2 is equal to T2 minus T1 by T2. നിങ്ങൾക്ക് അറിയാം ഈറ്റയുടെ വാല്യൂ. ഈറ്റ മീൻസ് എഫിഷ്യൻസി ആണ്. ഈ Q2 minus Q1 പകരം നമുക്ക് W കൊടുക്കാം. W മീൻസ് വർക്ക് ആണ്. വർക്ക് ഡിവൈഡ് ബൈ Q2 ഈക്വൽ ടു T2 minus T1 by T2. ആ ഇക്വേഷൻസ് ഉപയോഗിക്കണേ. അതേപോലെ തന്നെ ജൂൾ തോംസൺ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ജൂൾ തോംസൺ എഫക്റ്റ് എന്ന് വെച്ചാൽ ഐസ് എൻതാൽപ്പി പ്രോസസ് ആണ്. ആ സമയത്ത് ഡെൽറ്റ എച്ച് 0 ഓർത്ത് വെക്കണേ. മ്യൂ ജെ ടി ഈക്വൽ ടു ഡി ടി ബൈ ഡി പി അറ്റ് കോൺസ്റ്റന്റ് എച്ച് ആണ്. മ്യൂ ജെ ടി ഇസ് നത്തിങ് ബട്ട് ജൂൾ തോംസൺ കോഎഫിഷ്യന്റ്. ഇഫ് മ്യൂ ജെ ടി ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നോ കൂളിംഗ് ഓർ ഹീറ്റിംഗ് ആയിരിക്കും. മ്യൂ ജെ ടി പോസിറ്റീവ് ആണെങ്കിൽ കൂളിംഗ് ആയിരിക്കും. മ്യൂ ജെ ടി നെഗറ്റീവ് ആണെങ്കിൽ ഹീറ്റിംഗ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റുകൾ. അതേപോലെ തന്നെ ഇൻവേർഷൻ ടെമ്പറേച്ചർ ദാറ്റ് ഇസ് ഈക്വൽ ടു ടി ഐ ഈക്വൽ ടു 2a by RB ആണ്. എ എന്ന് വെച്ചാൽ എയും ബിയും വാണ്ടർവാൾസ് കോൺസ്റ്റന്റ് ആണ്. ആറ് നമ്മുടെ ഗ്യാസ് കോൺസ്റ്റന്റും ആണ്. ആ വാല്യൂ ഉപയോഗിക്കാം. പിന്നെ അറ്റ് ഇൻവേർഷൻ ടെമ്പറേച്ചർ മ്യൂ ജെ ടി ഈക്വൽ ടു 0 ആയിരിക്കും. അതേപോലെ തന്നെ ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ മ്യൂ ജെ ടി ഈക്വൽ ടു 0 ആയിരിക്കും. ഇത്തരം കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള സംഗതികളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. The delta H minus delta U for the formation of carbon monoxide from its elements at 298 Kelvin is R is given. R is equal to 8.314. Option A minus 1238 joule. Option B 1238 joule. Option C minus 2477 joule per mole. Option D 2477 joule per mole. ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇക്വേഷൻ പഠിച്ച് ഇങ്ങനെയായിരുന്നു, ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ബി ഡെൽറ്റ ബി. ഇതറിയാമായിരുന്നു. ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. യു ആർ നോട്ട് ഗിവൺ, പ്രഷർ തന്നിട്ടില്ല, വോളിയം തന്നിട്ടില്ല. ദെർഫോർ യു കാണ്ട് യൂസ് ദി ഇക്വേഷൻ. മറ്റൊരു ഇക്വേഷൻ പഠിച്ച് ഇങ്ങനെയായിരുന്നു അല്ലേ, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ നോക്കണം. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്ട്സ് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ദി ഇക്വേഷൻ എഴുതണം. അപ്പോൾ ഇവിടെ നിങ്ങൾ കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കാർബൺ മോണോക്സൈഡിന്റെ അവസ്ഥ എന്തവസ്ഥയാ? ഗ്യാസ് സ്റ്റേറ്റാ. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ഗ്യാസ് ഫോം ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കാർബൺ മോണോക്സൈഡ് ആരിൽ നിന്നാണ് ഉണ്ടാകുക? കാർബണിൽ നിന്നുണ്ടാകും. കാർബണിൽ നിന്നും അതേപോലെ തന്നെ ഹാഫ് ഓറ്റവും റിയാക്ട് ചെയ്യുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുക. ആദ്യം നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതണം. ഇതിൽ ഹാഫ് ഓറ്റോന്റെ പ്രത്യേകത ഇറ്റ് ഈസ് എ ഗ്യാസ്. കാർബണിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് എ സോളിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എൻ ജി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് റിയാക്ടന്റ്. ഗ്യാസ് മാത്രമാണ് എടുക്കേണ്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഒരു ഗ്യാസ് ആലേ, അപ്പോൾ അതിന്റെ നമ്പർ ഓഫ് മോൾസ് ഇവിടെ 1 അല്ലേ ഉള്ളത്. യു ടേക്ക് ഇറ്റ് ആസ് 1 മൈനസ് ഇവിടെ ഇപ്പോൾ ഹാഫ് അല്ലയുടെ ഒറ്റുള്ളത്, അപ്പോൾ മൈനസ് ഹാഫും കൊടുത്താൽ കിട്ടുന്ന ആൻസർ ആണ്, യു വിൽ ഗെറ്റ് ഹാഫ് ആണ് കിട്ടുക. ഈ കാർബൺ നിങ്ങൾ എടുക്കണ്ടേ, കാരണം കാർബൺ സോളിഡ് ആണ്. ലിക്വിഡും സോളിഡും എടുക്കേണ്ട, ഗ്യാസ് മാത്രം എടുത്താൽ മതി. സോ യു വിൽ ഗെറ്റ് ഹാഫ് ആണ് കിട്ടിയിരിക്കുന്നത്. ദെൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു ആ കാണണ്ടേ. അങ്ങനെ ആകുമ്പോൾ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി ആണെങ്കിൽ ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ജി ആർ ടി ആണ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ. അങ്ങനെ ആകുമ്പോൾ ഡെൽറ്റ എൻ ജി ഹിയർ യു വിൽ ഗെറ്റ് ഹാഫ് കിട്ടി അല്ലേ. ആറിൻ്റെ പോലെ 8.314 തൽക്കാലത്തെ ഒരു കാര്യം, നിങ്ങൾ 8 മാത്രം എടുക്കുക, എന്നാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും 8. കാരണം ഓപ്ഷൻസ് ആർ ഗിവൺ. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിന്റെ വാല്യൂസ് ഒക്കെ ഡിഫറെന്റ് വാല്യൂസാണ്. ഇപ്പോൾ തൽക്കാലത്തിന് നമ്മൾ 8 മാത്രം എടുത്തു. ദെൻ ടെമ്പറേച്ചർ 298 കെൽവിൻ തന്നിരിക്കുന്നത്. തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഒരു 300 കെൽവിനാക്കി എടുക്കുകയും ചെയ്യാം. അങ്ങനെയാകുമ്പോൾ വളരെ എളുപ്പമാണ്. ദാറ്റ് ഇസ് 8 × 3 യു വിൽ ഗെറ്റ് 300 × 8 മീൻസ് 2024 അല്ലേ. അപ്പോൾ 2400. 2400 ഡിവൈഡ് ബൈ 2 ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1200 അല്ലേ കിട്ടിയിരിക്കുന്നത്.
ഇവിടെ നിങ്ങൾ നോക്ക് 1200 അടുത്തുള്ള വാല്യൂ അല്ലേ 1 2 3 4 ദി ആൻസർ ഈസ് ടേക്കൺ ആസ് ദിസ് വൺ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ കംപ്ലീറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസ് നമ്മൾ നല്ല ഡിഫറൻറ്റ് ഉണ്ട് ഓപ്ഷൻസ് തമ്മിലുള്ള വാല്യൂസ് എങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ചില തരത്തിലുള്ള ഒരു ഒരു ഷോർട്ട് കട്ടുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നാം നോക്കാം. ദാറ്റ് ഈസ് ദ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് a liquid at 500 Kelvin and 1 atm pressure is 30 kilocalorie per mole. What will be the change in internal energy of 3 mole of that liquid at the same temperature? For example, നിങ്ങൾക്ക് തന്ന ലിക്വിഡ് H2 ആണ് വിചാരിക്കുക നമ്മൾ. അങ്ങനെയാകുമ്പോൾ ഈ 3 മോൾ H2O വേപ്പറായിട്ട് മാറുമ്പോഴുള്ള ഇന്റേണൽ എനർജി ചേഞ്ചാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അതെന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ദാറ്റ് ഇസ് ഡെൽറ്റ എച്ച് വി എന്ന് പറയുക. എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ തന്നെയാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ വാല്യൂ 30 കിലോ കലോറി പെർ മോള. ദാറ്റ് ഇസ് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 30 × 10⁻³ കലോറി പെർ മോളാക്കുക. കിലോനെ നമ്മൾ 10⁻³ ആക്കി എടുക്കണം അല്ലേ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഇന്റേണൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇന്റേണൽ എനർജിയും ഡെൽറ്റ എച്ചും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇക്വേഷൻ, 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇവിടെ വോളിയം ഒന്നും തന്നിട്ടില്ല. അങ്ങനെയാകുമ്പോൾ ആ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ഇതാണ്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും നോക്കുക. ഇവിടെ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട് അല്ലേ, 3 ആണ്. ആറിൻ്റെ വാല്യൂ അറിയാം, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ വേഗം ഉത്തരത്തിലേക്ക് എത്തണം. നമ്മൾ എന്താ കാണേണ്ടത്? ഡെൽറ്റ യു അല്ലേ കാണേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ യുവിനെ ഈ ഭാഗത്ത് വെക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ജി ആർ ടി ആണ് ഇവിടുത്തെ ഡെൽറ്റ യു. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എത്രയാ? ഇതാ ഡെൽറ്റ എച്ച് വി തന്നെയാണ് ഈ ഡെൽറ്റ എച്ച്, മാറ്റമൊന്നുമില്ല. സെയിം വാല്യൂ യു ക്യാൻ ടേക്ക് ഇറ്റ്. ദാറ്റ്സ് വൈ യു വിൽ ഗെറ്റ് 30 × 10⁻³ മൈനസ് ഇനിയാണ് ഡെൽറ്റ എൻ ജി ആർ ടി, ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്. 3 മോള് ലിക്വിഡ് 3 മോള് വേപ്പറായിട്ട് മാറുന്നു അല്ലെ ഗ്യാസ് ആയിട്ട് മാറുന്നു. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ 3 - 0 ഇവിടുത്തെ ഡെൽറ്റ എന്നിന്റെ വാല്യൂ, ഇവിടെ 3 മോളുണ്ട് ഗ്യാസ്, ഇത് ലിക്വിഡ്, അതിന്റെ വാല്യൂ നിങ്ങൾ 0 ആക്കി എടുത്താൽ മതി. ദാറ്റ് ഈസ് 3 - 0 യു കൻ ടേക്ക് ഇറ്റ് ആസ് 3 എടുത്തു ഇൻറ്റു ആറിന്റെ വാല്യൂ. ഇത് കലോറിയിലാണുള്ളത് അല്ലേ. കലോറിയിലാകുമ്പോൾ ഉത്തരവും കലോറി തന്നെയാണുള്ളത്. അങ്ങനെയാകുമ്പോൾ കലോറിയിലാകുമ്പോൾ ആറിൻ്റെ വാല്യൂ ഞങ്ങളുടെ പണ്ടായിരുന്നു 1.987. ദാറ്റ് യു കൻ ടേക്ക് ഇറ്റ് ആസ് 2 ആക്കി എടുക്കുക. 2 ഇൻറ്റു ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എത്ര അവിടെ 500 ആണേ. അങ്ങനെയാകുമ്പോൾ 30 × 10⁻³ ആക്ച്വലി 30,000 ആണ്, 10,000 ആണ് അല്ലേ. അങ്ങനെയാകുമ്പോൾ 30,000 മൈനസ് 3 2 6 6 5 30. ദാറ്റ് ഈസ് 3000 ചെയ്താൽ 3000 ചെയ്താൽ കിട്ടുന്ന 3 2 6 6 2 6 × 500 3000 ആണ്. 3000 ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് 27,000. 27,000 ഈസ് നത്തിങ് ബട്ട് ദാറ്റ് ഈസ് 27 കിലോ കലോറി ആണ്. Therefore the answer is 27 kilocalorie. Okay. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് 5 mole of an ideal gas at 100 Kelvin are allowed to undergo reversible compression till its temperature becomes 200 Kelvin. If CV is equal to 28 joule per kilo per molar, calculate delta U and delta PV for this process ആണ്. നിങ്ങൾക്കറിയാം ഇവിടെ ഡെൽറ്റ യു കാണണം, ഡെൽറ്റ പി വി കാണണം. തന്നത് സി വിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, 5 മോളാണ്. നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ 100 Kelvin 200 Kelvinലേക്ക് ചേഞ്ച് ഉണ്ട്. ദാറ്റ് ഈസ് ഡെൽറ്റ ടി അറിയാം. അപ്പം നിങ്ങൾക്കറിയാം ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ കണ്ടുപിടിക്കാൻ ഡെൽറ്റ യു കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു സി വി ഇൻറ്റു ഡെൽറ്റ ടി. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ എന്നിൻ്റെ വാല്യൂ 5 കൊടുക്കുക, സി വിയുടെ വാല്യൂ 28 കൊടുക്കുക, ഡെൽറ്റ ടിയുടെ വാല്യൂ ആണേ, അതായത് T2 - T1 ആണ്. തുടക്കത്തിൽ 100 പിന്നെ 200 അല്ലേ ഉള്ളത്. 200 - 100 യു വിൽ ഗെറ്റ് 100 കിട്ടും. ഇത് ചെയ്താൽ 5 × 28 ചെയ്താൽ കിട്ടുക 140 കിട്ടുക. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 140 × 100 യു വിൽ ഗെറ്റ് 14,000 കിലോ ജൂളാണ്, 14,000 ജൂളാണ് കിട്ടുക. 14,000 ജൂൾ എന്ന് വെച്ചാൽ ആക്ച്വലി 14 കിലോ ജൂൾ അല്ലേ. അപ്പം ഡെൽറ്റ യുടെ വാല്യൂ 14 കിലോ ജൂളാണ്. നിങ്ങൾ ഓപ്ഷൻസിലേക്ക് നോക്കാം. അപ്പം ഈ ഓപ്ഷനും അല്ല ഈ ഓപ്ഷനും അല്ല, ഇനി ഇതും 14 കിലോ ജൂൾ തന്നെയല്ലേ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഡെൽറ്റ പി ബിയും കൂടി കണ്ടുപിടിച്ചേ മതിയാവും. എങ്ങനെയാണ് നിങ്ങൾ ഡെൽറ്റ പി ബി കണ്ടുപിടിക്കുക? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ്
ഡെൽറ്റ പി വി എന്നാണ് പഠിച്ചല്ലേ. പിന്നെ ആറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആകുമ്പോൾ പി ഡെൽറ്റ പിയിലേക്ക് പോകുന്നുണ്ട്. അപ്പം എനിവേ ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു ഡെൽറ്റ പി വി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂയും കൂടി അറിയാമെങ്കിൽ നമുക്ക് ഡെൽറ്റ പി വി എളുപ്പം കണ്ടുപിടിക്കാം. ഡെൽറ്റ എച്ച് നിന്ന് ഡെൽറ്റ യു കുറച്ചാൽ ഡെൽറ്റ പി വി കിട്ടും. അപ്പോൾ നമ്മളിനി അടുത്ത് ഡെൽറ്റ എച്ച് എന്ന് കണ്ടുപിടിക്കുന്ന നോക്കുക. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു സി പി ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അപ്പോൾ സി പി അറിയില്ല അല്ലേ, പക്ഷെ നമുക്ക് അറിഞ്ഞൂടെ ദാറ്റ് ഇസ് സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആറാ. അപ്പോൾ സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് ആറാ. നിങ്ങൾക്കറിയാം സി വിയുടെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സി വി ഇസ് ഈക്വൽ ടു 28 ആണ്. ആറിൻ്റെ വാല്യൂ യു കൻ ടേക്ക് ഇറ്റ് ആസ്, ഇത് ജൂളിലാണ് ഉള്ളത്, അങ്ങനെയാകുമ്പോൾ യു കൻ ടേക്ക് ഇറ്റ് ആസ് 8.314 എടുക്കുക. തൽക്കാലത്ത് ഒരു കാര്യം ചെയ്യുക, 314 വിട്ടേക്കുക, 8 മാത്രം എടുക്കുക. യു ടേക്ക് ഇറ്റ് ആസ് 36 എടുക്കുക. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ വാല്യൂ നിങ്ങൾ 36 ആക്കി എടുക്കും. 28 പ്ലസ് 8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 36 ആക്കി കിട്ടുക. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 5 തന്നെ ഇൻറ്റു സി പിയുടെ വാല്യൂ വിൽ ഗെറ്റ് 36 ഇൻറ്റു ഡെൽറ്റ ടിയുടെ വാല്യൂ 100. ഇത് ചെയ്ത് നോക്കാം. ചെയ്താൽ കിട്ടുന്ന ആൻസർ ഏകദേശം എത്ര ഉണ്ടാവും എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് 18,000 കിലോ ജൂളാണ് ഉണ്ടാവുക. 18,000 കിലോ ജൂൾ അത് ചെയ്താൽ കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു അല്ലേ പി ഡെൽറ്റ ബി. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ 18,000 കിലോ ജൂൾ മൈനസ് ഇതിൻ്റെ വാല്യൂ 14,000 ആയിരുന്നു അല്ലേ, 14,000 കിലോ ജൂൾ. അങ്ങനെ ചെയ്യുമ്പോൾ 18,000 നിന്ന് 14,000 കുറച്ച് 4,000 കിലോ ജൂൾ അല്ലേ ഉണ്ടാവുക. 4,000 കിലോ ജൂൾ, 4,000 കിലോ ജൂളാണ്, 4,000 ജൂളാണ് കിട്ടുക. 4,000 ജൂളാണ് 4 കിലോ ജൂൾ. ദെർഫോർ ദിസ് ഈസ് ദി ആൻസർ. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. എൻ ഐഡിയൽ ഗ്യാസ് അണ്ടർഗോ ഐസോതെർമൽ കംപ്രഷൻ ഫ്രം 5 meter cube to 1 meter cube against a constant external pressure of 4 Newton per meter square. Heat released in this process is used to increase the temperature of 1 mole of aluminum. If molar heat capacity of aluminum is 24 joule, the temperature of aluminum is increased by ആണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സി മീൻസ് ഹീറ്റ് കപ്പാസിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചറിൽ ഉണ്ടായിരിക്കുന്ന ഉയർച്ചയാണ് കാണേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഹീറ്റിനെ പറ്റിയിട്ട് ഹീറ്റ് റിലീസ്ഡ് അതായത് ഇത് കംപ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഹീറ്റാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണേണ്ട സംഭവം ഡെൽറ്റ ടി അല്ലേ കാണേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഡെൽറ്റ ടി ഈക്വൽ ടു എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ക്യൂ ബൈ സി ഇൻറ്റു എൻ എഴുതാം. ഇവിടുത്തെ ക്യൂ നമുക്കറിയില്ല, പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഡി ക്യൂ ഈസ് ഈക്വൽ ടു ഡി ഇ പ്ലസ് പി ഡി വി അല്ലെങ്കിൽ മൈനസ് പി ഡി വിയോ അല്ലെങ്കിൽ പ്ലസ് പി ഡി വി എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ക്യൂ അല്ലേ നമ്മൾ കാണേണ്ടത്. ഇതൊരു ഐസോതെർമൽ പ്രോസസ്സാണ് അല്ലേ. ഐസോതെർമൽ പ്രോസസ് ഈസ് നത്തിങ് ബട്ട് എന്താണ് ഇവിടെ ഡി ഇയുടെ വാല്യൂ 0 ആയിരിക്കും ഐസോതെർമൽ പ്രോസസ്സിന്. അങ്ങനെയാകുമ്പോൾ ഡി ക്യൂവും പി ഡി വിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ what you can do is that ഇവിടെ ഡെൽറ്റ വി ആണ്, ചേഞ്ച് ഇൻ വോളിയം എത്രയാ? 5 മീറ്റർ നിന്ന് 1 മീറ്ററിലേക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾ സൈനിനെ പറ്റിയൊന്നും കൂടുതൽ ബേജാറാവേണ്ട ആവശ്യമില്ല. ഇവിടെ ഹീറ്റ് റിലീസ്ഡ് ആയിരിക്കും മിക്കവാറും ഈ സിസ്റ്റത്തിൽ ഉണ്ടാവുക. സൈനിനെ പറ്റിയൊന്നും റിലീസ് ആകേണ്ടല്ല, കാരണം ഇവിടെ സൈനിൻ്റെ ആവശ്യമില്ല. ടെമ്പറേച്ചർ ഉണ്ടാകുന്ന ഉയർച്ച ഇവിടെ സൈനിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് പ്രഷറിൻ്റെ വാല്യൂ 4 ആണ് ഇൻറ്റു ഡെൽറ്റ വി എത്ര ചേഞ്ച് ആണ്? 5 മീറ്റർ ക്യൂബിൽ നിന്ന് 1 മീറ്റർ ക്യൂബിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ചേഞ്ച് എത്രയാ? ഒന്നുകിൽ 1 - 5 കൊടുത്തിട്ട് നെഗറ്റീവ് ആക്കി അതിനെ പോസിറ്റീവ് ആക്കാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക 5 - 1 മീൻസ് അതിൻ്റെ വ്യത്യാസം 4 അങ്ങനെ ആകുമ്പോൾ 4 × 4 യു വിൽ ഗെറ്റ് 16. ദാറ്റ് മീൻസ് ഈ പ്രോസസ്സ് നടക്കുമ്പോൾ 16 ഹീറ്റാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. 16 ഹീറ്റാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ആ റിലീസ് ചെയ്ത ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നത്. അങ്ങനെ ഹീറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയില്ലേ, ക്യൂ. അപ്പോൾ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു യു വിൽ ഗെറ്റ് 16 ഡിവൈഡഡ് ബൈ സിയുടെ വാല്യൂ എത്രയാ? 24 അല്ലേ. ഹീറ്റ് കപ്പാസിറ്റി 24 ആണ് ഇൻറ്റു എത്ര മോള? 1 മോള. 16/24 ചെയ്താൽ 8 പോവും. ഇതിൽ 2 8, താഴത്തേൽ 3 8. അപ്പോൾ വിൽ ഗെറ്റ് 2/3 കിട്ടും. അപ്പോൾ ഇൻക്രീസ്ഡ് ബൈ എത്രയാണ്? 2/3 കെൽവിനാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 1 mole of an ideal gas undergoes changes from the state 2 atm 3 liter 95 Kelvin നിന്ന് 4 atm 5 liter 245 Kelvinലേക്ക് ചേഞ്ച് സംഭവിക്കുന്നു. വിത്ത് എ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈക്വൽ ടു 30 ലിറ്റർ atm. ഇത് ചേഞ്ച് ഇൻ എൻതാൽപ്പി ആണ് കാണേണ്ടത് അല്ലേ. ഇവിടെ നിങ്ങൾ നോക്ക്, ദർ ഇസ് എ പ്രഷർ ചേഞ്ച് ചെയ്യുന്നുണ്ട്,
വോളിയവും ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നില്ലേ പഠിച്ചേ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ പി വിയെ കൊടുക്കാൻ പറ്റുള്ളൂ. പി ഡെൽറ്റ വി കൊടുക്കാൻ പറ്റില്ല. എപ്പോഴാണ് പി ഡെൽറ്റ വി കൊടുക്കുക? പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെക്കുമ്പോൾ. ഇപ്പം നമുക്ക് ഇതേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഡെൽറ്റ യുടെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചെയ്യൽ നിങ്ങൾക്ക് ഡിഫറൻസിയേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചവരാ. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഒന്ന് പി ഡെൽറ്റ വി പ്ലസ് വി ഡെൽറ്റ പി ഇങ്ങനെ ചെയ്യണം. അങ്ങനെയാകുമ്പോൾ ഇവിടെ ആൻസർ ചെയ്യുമ്പോൾ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ദാറ്റ് ഇസ് ഡെൽറ്റ യുടെ വാല്യൂ 30 പ്ലസ് അത് ലിറ്റർ ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ ഉത്തരം കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. 30 ഇൻറ്റു പിയുടെ വാല്യൂ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക. ഈ പി നിങ്ങൾ കോൺസ്റ്റന്റ് ആക്കി എടുക്കുക. ഫസ്റ്റ് പി കോൺസ്റ്റന്റ് ആക്കി എടുക്കുക. എന്നിട്ട് അതായത് 2 ഇൻറ്റു ദെൻ ചേഞ്ച് ഇൻ വോളിയം ആണേ 3 ലിറ്ററിന്ന് 5 ലിറ്ററിലേക്കല്ലേ പോയിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഫൈനൽ വോളിയം നിങ്ങൾ 5 ആക്കി എടുക്കുക മൈനസ് നെക്സ്റ്റ് ഇനീഷ്യൽ വോളിയം നിങ്ങൾ 3 ആക്കി എടുക്കുക. ദെൻ പ്ലസ് ഇനി അടുത്തത് വി ഡെൽറ്റ പി അല്ലേ ചെയ്യേണ്ടത്. വി ഡെൽറ്റ പി ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ വി ആക്കി എടുക്കുക. അതായത് ആദ്യം ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന പ്രഷറാണ് ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ സെക്കൻഡ് പറഞ്ഞ വോളിയം അടിക്കുന്നത്. അപ്പോൾ ഒരാൾ ആദ്യം ഇത് എടുത്തപ്പോൾ ഡെഫിനറ്റ്ലി ഇയാൾ എടുക്കുക. ദാറ്റ് ഈസ് 5 എടുത്തു. 5 ഇൻറ്റു ദെൻ ചേഞ്ച് ഇൻ പ്രഷർ ആണേ 2 ATM 4 ATMിലേക്കല്ലേ പോയിരിക്കുന്ന പ്രഷർ. അങ്ങനെ ആകുമ്പോൾ ദാറ്റ് ഈസ് 4 മൈനസ് 2 ആണ് എടുക്കേണ്ടത്. അപ്പോൾ യു വിൽ ഗെറ്റ് 30 പ്ലസ് ദാറ്റ് ഈസ് 5 മൈനസ് 3 യു വിൽ ഗെറ്റ് 2 ആണ് അല്ലേ. 2 ഇൻറ്റു 2 യു വിൽ ഗെറ്റ് 4 പ്ലസ് 4 മൈനസ് 2 യു വിൽ ഗെറ്റ് 2 ആണ്. 2 ഇൻറ്റു 5 യു വിൽ ഗെറ്റ് 10 കിട്ടുന്നു. ദ ഫൈനൽ ആൻസർ ഈസ് 44. അതായിരിക്കും ഇവിടുത്തെ ആൻസർ. ഓക്കെ. A Carnot engine operates between the temperature 600 Kelvin and 300 Kelvin. It absorbs 100 joule from the source. Then the heat transferred to the sink is source in the spelling C, right? അങ്ങനെയാകുമ്പോൾ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ടു സിങ്ക് അല്ലേ കാണേണ്ടത്. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് പഠിച്ചല്ലേ. Q2 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q2 ഈസ് ഈക്വൽ ടു T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T2. ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഇത് പഠിച്ചിരിക്കുന്നത്. Q2 മൈനസ് Q1 പകരം നമുക്ക് വേണമെങ്കിൽ ഡബ്ല്യൂവും കൊടുക്കുക. ഡബ്ല്യു മീൻസ് വെയിറ്റ് വർക്കും കൊടുക്കുക അല്ലേ. Q2 എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ്. Q1 എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ഗിവൺ ടു ദി സോഴ്സ് ആണ്. ദോർഫോർ ഈ Q1ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Q2യുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം എത്രയാണ്. അപ്പോൾ ഈ ക്വസ്റ്റൻ നമ്മളൊന്ന് ചുരുക്കി എഴുതുമ്പോൾ വാട്ട് യു ഗെറ്റ് ഇസ് ദാറ്റ് എന്താ കിട്ടുക. Q2 ബൈ Q2 യു വിൽ ഗെറ്റ് 1 മൈനസ് Q1 by Q2 is equal to that is T2 അതായത് 1 minus T1 by T2 ഇങ്ങനെ എഴുതാൻ പറ്റും. നോക്ക് that is 1 minus Q1 by Q2യുടെ വാല്യൂ നിങ്ങൾക്കറിയാം എത്രയാണ് 100 is equal to that is 1 minus T1 by 1 minus T1ന്റെ വാല്യൂ എത്രയാണ് ഇവിടെ that is 300 ഡിവൈഡഡ് ബൈ എത്രയാണ് 600 ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ what you get is that ഈ 1 ഇത് നമ്മൾ നോക്കുമ്പോൾ ഇത് 1 വെട്ടിപ്പോവും. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് അതും വെട്ടിപ്പോവും. അപ്പോൾ ഫൈനലി വിൽ ഗെറ്റ് Q1 by 100 ഈസ് ഈക്വൽ ടു 300 by 600 ഇങ്ങനെ കിട്ടും. അങ്ങനെയാകുമ്പോൾ Q1 ഈസ് ഈക്വൽ ടു 300 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 600 ആണ്. അപ്പോൾ ഇതും വെട്ടിപ്പോയി ഇതും പോയി. അങ്ങനെയാകുമ്പോൾ 300 by 6 ആണ് കിട്ടുക. 300 by 6ന്റെ ആൻസർ ഇസ് ഈക്വൽ ടു 50 ജൂൾ ആണ്. ഓക്കെ. ഇനി നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ ഈസ് 40%. When the temperature of the sink is decreased by 50 degree Celsius, the efficiency becomes 0.5 ആയിട്ട് മാറും. The temperature of the source and the sink are അതാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ 40% അല്ലേ തന്നിരിക്കുന്നത്. ഇപ്പം ഈറ്റ 40% ആണ്. അത് 100ലാണ് 40%. പക്ഷെ നമ്മൾ ഈറ്റയുടെ വാല്യൂ സാധാരണ നമ്മൾ 1ൽ എത്ര എന്ന് ചോദിച്ചാൽ ഇപ്പോൾ 100ൽ 40 ആണെങ്കിൽ 1ൽ 0.4 അല്ലേ. അങ്ങനെയാകുമ്പോൾ ഇവിടെ നമുക്ക് എഴുതാം 0.4 ആയിരിക്കും. ദാറ്റ് ഈസ് 1 മൈനസ് T1 ബൈ T2 ഇങ്ങനെ കൊടുക്കുക അല്ലേ. കാരണം ഈറ്റയുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് 1 മൈനസ് T1 ബൈ T2 ആണ്. ഇനിയൊരു കാര്യം ചെയ്യുന്നു. ഇതിൻ്റെ ടെമ്പറേച്ചർ 50 ഡിഗ്രി കുറച്ചു. 50 ഡിഗ്രി കുറക്കുമെന്ന് വെച്ചാൽ ആക്ച്വലി 50 കെൽവിൻ കുറച്ചു എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. അതായത് പിന്നെ 100 കെൽവിന് ഐ മീൻസ് ഒരു 373 കെൽവിന് ഒരു 50 കെൽവിൻ കുറച്ചാൽ നമുക്ക് കിട്ടും എത്രയാ 323 കെൽവിൻ കിട്ടും അല്ലേ.
അങ്ങനെയാകുമ്പോൾ 373 കെൽവിൻ ഈസ് ആക്ച്വലി 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. 323 കെൽവിൻ എന്ന് വെച്ചാൽ എത്ര ഡിഗ്രി സെൽഷ്യസാ? 5 ഡിഗ്രി സെൽഷ്യസാ. അങ്ങനെയാകുമ്പോൾ 100 50 കുറക്കുമ്പോഴോ 5 പിന്നെയും കിട്ടുക. അപ്പം 373 323 പോകുമ്പോൾ 5 കെൽവിനാ കുറക്കുക, 100 50 പോകുമ്പോൾ 5 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് കുറക്കുക. അപ്പോൾ അവിടെ ഒരു കുഴപ്പമില്ല. അങ്ങനെയാകുമ്പോൾ 50 ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി ബിക്കം 0.5 ആയിക്കെന്ന് പറഞ്ഞേക്ക്. മീൻസ് അത് 0.5 ആകും. എപ്പോന്നറിയാം? 1 മൈനസ് എപ്പോഴാന്ന് വെച്ചാൽ T1ന്റെ വാല്യൂ, അതായത് സിങ്കിന്റെ വാല്യൂ 50 ഡിഗ്രി കുറച്ചാൽ, അതായത് T1ന്റെ വാല്യൂ ഒരു 50 ഇവിടുന്ന് കുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെത്രയായിട്ട് മാറിയിട്ടുണ്ട്? 0.5 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യൂട്ടളെ, നമുക്ക് എന്താ കാണേണ്ടത്? T1ഉം T2ഉം കാണാം അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 0.5 ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഈ ഇക്വേഷൻ നമ്മളൊന്ന് എഴുതുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ആദ്യം 1 മൈനസ് ഈ T1 ബൈ T2 പുറത്ത് എടുക്കുക, ദാറ്റ് ഈസ് T1 ബൈ T2. ഓക്കെ, ദെൻ എന്താ അറിയാം. ഇനി ഈ മൈനസ് ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവൂലേ, ദാറ്റ് ഈസ് പ്ലസ് ദെൻ 50 ബൈ T2. അതിനും ഉണ്ടാവില്ലേ T2 അല്ലേ, താഴത്തെ T2 ഉണ്ടാവും. 50 ബൈ T2 ഇങ്ങനെയും കൊടുക്കാം. സോ യു വിൽ ഗെറ്റ് 0.5 ഈസ് ഈക്വൽ ടു 1 മൈനസ് T1 ബൈ T2യുടെ വാല്യൂ എനിക്ക് ഓൾറെഡി അറിഞ്ഞൂടെ, 0.4 അല്ലേ. അപ്പോൾ 0.4 പ്ലസ് 50 ബൈ T2 എന്ന് കിട്ടും. അങ്ങനെയാകുമ്പോൾ ഇത് ചെയ്യുമ്പോൾ 0.5 മൈനസ് 0.4 ഈസ് ഈക്വൽ ടു 50 ബൈ T2 ആയിരിക്കും. 0.5 ഡിവൈഡ് ബൈ 0.4 എത്ര കിട്ടുക? മൈനസ് എത്ര കിട്ടുക? 0.1 അല്ലേ കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ബൈ T2. Therefore T2 ഈസ് ഈക്വൽ ടു ഇതിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.1 ഇങ്ങനെ താഴെ വരും അല്ലേ. അങ്ങനെയാകുമ്പോൾ 50 ഡിവൈഡ് ബൈ 0.1 ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 500 കെൽവിൻ എന്ന് വെച്ചാൽ നമ്മുടെ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ 500 കെൽവിനാണ്. ഇനി ഒരു കാര്യം ചെയ്യാം, T2യുടെ വാല്യൂ നമുക്ക് 500 കിട്ടിയാൽ T1ന്റെ വാല്യൂ ഇവിടെ കാണാം. ഇനി മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിക്കണം. 500 കെൽവിൻ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് സിങ്കിൻ്റെ ടെമ്പറേച്ചർ കാണണ്ടേ, ആകെ 500 വരുന്ന ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 300 കെൽവിൻ തന്നെ കിട്ടണം, കാരണം വേറൊരു 500 ഇവിടെ കാണുന്നില്ല. Therefore this should be the answer. നമ്മൾ ടൈം സേവ് ചെയ്യുന്നത് പഠിച്ചോളാം. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻസ് A and B for a hydrogen are 0.246 dm raised to 6 atm per mole square and 2.67 into 10 raised to minus 2, അതിൻ്റെ യൂണിറ്റ് എഴുതിയിട്ടില്ല, റെസ്പെക്റ്റീവ്ലി. ഇൻവേർഷൻ ടെമ്പറേച്ചർ ഈസ്, നിങ്ങൾ പഠിച്ചിട്ടില്ലായിരുന്നു ഇൻവേർഷൻ ടെമ്പറേച്ചർ, അതായത് ജൂൾ തോംസൺ എഫക്റ്റിൻ്റെ ടെമ്പറേച്ചറാണ് ഇൻവേർഷൻ ടെമ്പറേച്ചർ അല്ലേ. Ti ഈസ് ഈക്വൽ ടു ഈ ക്വസ്റ്റിനാണ് പഠിച്ചത് 2A ഡിവൈഡ് ബൈ R ഇൻറ്റു ബി ആണ്. ഇവിടെ നിങ്ങൾ ആകെ ഓർത്ത് നോക്കണ്ടേ, ഈ ആറിൻ്റെ ഏത് വാല്യൂ ഉപയോഗിക്കണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, DM ക്യൂബ് എന്ന് പറഞ്ഞാൽ ലിറ്റർ ആണ്. അങ്ങനെയാകുമ്പോൾ DM റേസ് ടു 6 എന്ന് വെച്ചാൽ ലിറ്റർ സ്ക്വയറില്ല, അതായത് തന്നിരിക്കുന്നത് ലിറ്റർ സ്ക്വയറിലാണ്. അപ്പം ലിറ്റർ കാണുകയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ 0.0821 ലിറ്റർ ATM മോൾ ഇൻവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ വാല്യൂ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, അത് മാത്രമേ നിങ്ങൾ ഓർത്തുകൊണ്ടുള്ളൂ. 8.314 ഉപയോഗിക്കരുത്, തെറ്റിപ്പോകും, കാരണം ഇവിടെ ലിറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം 2 ഇൻറ്റു എയുടെ വാല്യൂ ഇവിടെ എത്രയാ, ദാറ്റ് ഈസ് 0.246 whole divided by you will get 0.0821 into B യുടെ വാല്യൂ 0.0267 ചെയ്യുക. ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഫൈനലി you will get the answer is equal to 225 കെൽവിൻ ആയിരിക്കും. ഓക്കെ, ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ യു ഫോർ ദി റിവേഴ്സിബിൾ ഐസോതെർമൽ ഇവാപ്പറേഷൻ ഓഫ് 90 gram of water at 273 Kelvin, assuming the water vapors behaves as an ideal gas. Latent heat of vaporization is 540 calorie per gram ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു അല്ലേ, ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി. ഡെൽറ്റ വി ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ വോളിയം തന്നിട്ടില്ല. ദാറ്റ് ഈസ് ഡെൽറ്റ NGRT ഇതേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മളെടുത്ത് എന്താ ഉള്ളത്, വെള്ളമല്ലുള്ളത്. ദാറ്റ് ഈസ് വെള്ളം എന്തായിട്ട് മാറണം, വേപ്പറായിട്ട് മാറണം. H2O ഗ്യാസ് ആയിട്ട് മാറണം. H2O ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആയിട്ട് മാറണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡെൽറ്റ NG കാണണം അല്ലേ. ഇപ്പോൾ 90 gram വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇത് എത്ര മോളാന്ന് അറിയാം നിങ്ങൾ, 19 ഡിവൈഡ് ബൈ 8 ചെയ്ത് നമുക്ക് 5 മോളാണ് കിട്ടുക. അപ്പോൾ ഒരു 5 മോൾ H2O ലിക്വിഡിൽ നിന്ന് 5 മോൾ വാട്ടറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഡെൽറ്റ യുടെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഡെൽറ്റ NGയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, 5 കിട്ടി. അപ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം നോക്കണേ,
ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ 540. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ പറഞ്ഞ പേര് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് 540 കലോറി പെർ ഗ്രാം ആണ്. 1 ഗ്രാമിൻ്റെ വാല്യൂ ആണ് 540 വന്നിരിക്കുന്നത്. പക്ഷേ 90 ഗ്രാം വെള്ളമല്ലേ ഉള്ളത്. അപ്പോൾ ഇത്രയും വെള്ളത്തിൻ്റെ ഡെൽറ്റ എച്ച് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് 1 ഗ്രാമിൻ്റെ വാല്യൂ വന്നിരിക്കുന്നത്, പക്ഷെ 90 ഗ്രാം വെള്ളമുണ്ട്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ആദ്യം ചെയ്യണം. അതായത് 1 ഗ്രാമിന് 540 ആണെങ്കിൽ 90 ഗ്രാമിൻ്റെ വാല്യൂ 90 × 540 ചെയ്യണം. അത് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഒരു 48,000 കലോറിയാണ് കിട്ടുക. അങ്ങനെയാകുമ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ 48,000. ഓക്കെ. ദെൻ ഡെൽറ്റ യുടെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കണം. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ നോക്ക്, 5 മോളല്ലേ വാട്ടറുള്ള, ഇവിടെ 5 മോള് ലിക്വിഡാ, ഇത് ഗ്യാസാ. അപ്പം 5 0 കുറച്ചാൽ യു വിൽ ഗെറ്റ് 5 ആണ് കിട്ടുക. 5 × 6ൻ്റെ വാല്യൂ ഉത്തരം കലോറിയിലുള്ളത് അല്ലേ. അങ്ങനെയാകുമ്പോൾ 6ൻ്റെ വാല്യൂ 2 ഉപയോഗിക്കണ്ടേ. 2 × ടെമ്പറേച്ചർ എത്രയാ, 373 കെൽവിൻ. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു ഉത്തരം കിട്ടും. കിട്ടുന്ന ആൻസർ അവസാനം 44,870 കലോറി ആയിരിക്കും. ഓക്കെ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കഷനിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ. ദി മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ, കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ ഉണ്ടാക്കുന്ന അതിന് പറഞ്ഞ പേരല്ലേ വി ഈക്വൽ ടു CP എന്ന് പറയാം. CP യുടെ ഇക്വേഷൻ നമ്മൾ എന്തെങ്കിലും പഠിച്ചേനു. ദാറ്റ് CP is equal to dH/dt അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ് അല്ലേ. പക്ഷെ ഈ തന്നതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ദാറ്റ് ഇസ് ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്, പ്രഷറും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ DT യുടെ വാല്യൂ 0 ആയിരിക്കൂലേ. അങ്ങനെ ആകുമ്പോൾ DH/0, ഒരു DHനൊരു വാല്യൂ ഉണ്ടാവും, ഒരു സംഖ്യ /0 കിട്ടുന്ന ആൻസർ ആയിരിക്കില്ലേ ഇൻഫിനിറ്റി. Therefore the answer is this one. ഇനി നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. The difference between delta H and delta U when complete burning of 1 mole of an heptane is carried out at a temperature T is equal to. നിങ്ങൾ കാണുക, ഹെപ്റ്റെയിൻ ഒരു ലിക്വിഡാണ്. ഹെപ്റ്റെയിന് 1 മോൾ ഹെപ്റ്റെയിന് പൂർണ്ണമായിട്ടും കത്തുമ്പോൾ കിട്ടുക കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറാണ് കിട്ടുക. നിങ്ങൾക്കറിയാം ഹൈഡ്രോ കാർബൺ കത്തുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതുക. എന്നിട്ട് ഡെൽറ്റ എച്ചും ഡെൽറ്റ യു നിങ്ങൾ ഡെൽറ്റ എച്ചും ഡെൽറ്റ യു നമ്മൾ വ്യത്യാസം കണ്ടുപിടിക്കാം. എ കാർനോട്ട് എഞ്ചിൻ വർക്ക്സ് ബിറ്റ്വീൻ 120 and 30 degrees Celsius. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഡിഗ്രി സെൽഷ്യസ് തന്നെ കെൽവിനിലേക്കാക്കി മാറ്റണേ, എന്നാലേ ശരിയാവുള്ളൂ. അത് തെറ്റിപ്പോവേ. ഇഫ് ദി പവർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി എഞ്ചിൻ ഈസ് 400 watt, ദി ഹീറ്റ് അബ്സോർബ്ഡ് ഫ്രം ദി സോഴ്സ് ഈസ് 1750 വാട്ട്, 1000 വാട്ട്, 2050 വാട്ട്, 2500 വാട്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കാം. 13ാമത്തെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഹീറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റന്റ് വോളിയം ഫോർ ദ റിയാക്ഷൻ 2C6H6 liquid plus 15 O2 gas give 12 CO2 gas plus 6H2O liquid at 25 degrees Celsius in kilojoule ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഓപ്ഷൻസ് -7.43 plus 3.72 minus 3.72 plus 7.43. Okay. 14ാമത്തെ, calculate the maximum efficiency of an engine working between 110 and 25 degrees Celsius. ശ്രദ്ധിക്കണം, ഡിഗ്രി സെൽഷ്യസ് ചെയ്യരുതേ. 2 അതിൻ്റെ എഫിഷ്യൻസി 11.1, 22.2, 33.3, 44.4. 2 mole of an ideal gas expand isothermally and reversibly from 1 liter to 10 liter at 300 Kelvin. What is the enthalpy change? 4 kilojoule, 11.4 kilojoule, minus 11 kilojoule, 0 kilojoule. ഇനി 16ാമത്തെ, the efficiency of the Carnot engine is 1/6 ആണ്. On decrease in the temperature of the sink by 65 Kelvin, the efficiency increases to 1/3. Find the ടെമ്പറേച്ചർ ഓഫ് ദി സോഴ്സ് ആൻഡ് സിങ്ക്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, കെൽവിനിൽ ചെയ്യണം. നേരത്തെ ചെയ്തിട്ടുണ്ട് 350 കെൽവിൻ, 325 കെൽവിൻ, 390 കെൽവിൻ, 325 കെൽവിൻ, പിന്നെ 350 എക്സെട്ര. നിങ്ങൾ നോക്കി നോക്കുക, കണ്ടുപിടിക്കാം. ദി എൻതാൽപ്പി ഓഫ് സർട്ടൻ റിയാക്ഷൻ അറ്റ് 273 കെൽവിൻ ഈസ് 20.75 കിലോജൂൾ ആണേ. ദി എൻതാൽപ്പി ഓഫ് ദി സെയിം റിയാക്ഷൻ അറ്റ് 373 കെൽവിൻ
if heat capacity of reactant and products are same will be എത്രയായിരിക്കും എന്നാണ്. -20.75 കിലോജൂള്, -20.75 കിലോജൂള്, 0, പിന്നെ -20.75 ഇൻറ്റു 373 ഡിവൈഡഡ് ബൈ 273 എത്രയാണ് വാല്യൂ എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ. 18ാമത്തത്. For a reaction at 300 Kelvin, delta H minus delta U is equal to minus 4.98 kilojoule. Assuming that R is equal to 8.3 joule per Kelvin mole inverse, delta N is 1, 2, minus 2, 0. അത് നിങ്ങൾ കണ്ടുപിടിക്കുക. 19ാമത്. The heat change for the following reaction at 298 Kelvin and at constant pressure is plus 7.3 kilocalorie. ഇക്വേഷൻ ഇതാണ്. എ സോളിഡ് നിന്ന് ബി സോളിഡ് പ്ലസ് സി ഗ്യാസിലേക്കാണ് പോയിരിക്കുന്നത്. ദി ഹീറ്റ് ചേഞ്ച് അറ്റ് കോൺസ്റ്റന്റ് വോളിയം വുഡ് ബി എത്രയായിരിക്കും? 7.3 കിലോ കലോറി, മോർ ദാൻ 7.3, 0, ലെസ് ദാൻ 7.3. 20ാമത്തെ ക്വസ്റ്റ്യൻ. ദി മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഐസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് 0, ഇൻഫിനിറ്റി. ഇത് ഇൻ ഇക്വിലിബ്രിയം ആണ്. ശ്രദ്ധിച്ചേക്കുക. ഇക്വിലിബ്രിയത്തിന്റെ പ്രത്യേകതയെ പറ്റി നിങ്ങൾക്ക് അറിയാം. ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. പറഞ്ഞിരിക്കുന്ന 10 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഞാൻ അടുത്ത ലെവൽ 3 പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നമ്മൾ കഴിഞ്ഞ ലെവൽ 1 കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ഒരു 10 ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 11 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 20 വരെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ടാണ് തന്നത്. അതിന്റെ ആൻസേഴ്സ് പറയാം. 11ന്റെ ആൻസർ ഓപ്ഷൻ ഡി 3 കിലോ ജൂള്. 12ന്റെ ആൻസർ ഓപ്ഷൻ ബി ആൻഡ് ഡി ആണ്, ടെമ്പറേച്ചർ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. 13ാമത്തെ ആൻസർ ഓപ്ഷൻ എ ഇന്റേണൽ എനർജി, റിവേഴ്സിബിൾ എക്സ്പാൻഷൻ, മോളാർ എൻതാൽപ്പി. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ചോദിച്ചിട്ടുള്ളത്. റിവേഴ്സിബിൾ എക്സ്പാൻഷൻ വർക്ക് സാധാരണയായിട്ട് പിന്നെ പാത്ത് ഫംഗ്ഷൻ എന്നാണ് പറയുന്നതെങ്കിലും റിവേഴ്സിബിൾ വർക്ക് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഓർത്ത് വെക്കണേ. 14ാമത്തെ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഈസ് പ്ലസ് 342 ജോൾ. ഇതിന്റെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് തെറ്റാണ്. ഇപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. 15ാമത്തെ ആൻസർ ഓപ്ഷൻ എ 300 ജൂൾ. 16ന്റെ ആൻസർ ഓപ്ഷൻ ബി 3.458 കിലോ ജൂൾ. 17ന്റെ ആൻസർ ഓപ്ഷൻ സി അഡയബാറ്റിക് വർക്ക്. 18ന്റെ ഓപ്ഷൻ ബി 608 ജൂള്. 19ന്റെ ഓപ്ഷൻ ഡി ലെസ് ദാൻ ദി ഇനീഷ്യൽ ടെമ്പറേച്ചർ. 20ന്റെ ഓപ്ഷൻ ബി ദി ആൻസർ ഈസ് 0. ഇത്രയാണ് ഇതിന്റെ ആൻസേഴ്സ്. ഇനി ഇതിന്റെ ലെവൽ 2ന്റെ ആൻസേഴ്സ് ഞാൻ ലെവൽ 3 പറഞ്ഞു തരുന്നതായിരിക്കും.